രാഹുൽ മങ്കൂട്ടത്തിൽ എന്ന യുവരാഷ്ട്രീയ നേതാവിന്റെ പതനം കണ്ട വർഷമായിരുന്നു 2025. റിനിയൻ ജോർജ് എന്ന യുവനടി തൊടുത്തുവിട്ട ആരോപണമാണ് തുടക്കം. പിന്നാലെ തുടർച്ചയായ വെളിപ്പെടുത്തലുകൾ. യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയാണ് രാഹുലിന്റെ ന്യായീകരണങ്ങളുടെ ആണിക്കൽ ഇളക്കിയത്. നാണക്കേടിന് ഭാരം ചുമക്കുന്തോറും പാർട്ടിക്ക് ബാധ്യതയാകുമെന്ന നേതാക്കൾ തിരിച്ചറിഞ്ഞു. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നുള്ള രാജി ചോദിച്ചു വാങ്ങി. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. വിവാദങ്ങൾ കെട്ടടങ്ങിയെന്ന് ആശ്വസിച്ച പാലക്കാട് MLA മണ്ഡലത്തിൽ സജീവമായി. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നിയോജക മണ്ഡലത്തിലെ പ്രചാരണം മുന്നിൽ നിന്ന് നയിക്കുമ്പോഴായിരുന്നു ഇടുത്തി പോലെ അതിജീവതയുടെ രംഗപ്രവേശം. മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി നൽകി. ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. പാലക്കാട് കണ്ണാടിയിലെ പ്രചരണത്തിനിടയിൽ നിന്ന് സത്യമേവ ജയതേ എന്ന പോസ്റ്റുമിട്ട് രാഹുൽ മങ്കൂട്ടത്തിൽ മുങ്ങി. ഒളിവിൽ കഴിഞ്ഞ് മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമങ്ങൾ തുടർന്നു. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളി. ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുന്നതിനിടെ പരാതിയുമായി മറ്റൊരു യുവതി കൂടി രംഗത്തെത്തി. ഇതോടെ രാഹുൽ മങ്കൂട്ടത്തിലിനെ പാർട്ടിയും കൈവിട്ടു. ആദ്യ കേസിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു. രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. രാഹുൽ മങ്കൂട്ടത്തിൽ 14 ദിവസത്തെ ഒളിവ് ജീവിതം മതിയാക്കി പുറത്തുവന്നത് വോട്ടെടുപ്പ് ദിവസമായിരുന്നു. മാധ്യമങ്ങൾക്കു നടുവിലൂടെ വന്ന് വോട്ട് ചെയ്ത് സത്യം ജയിക്കുമെന്ന് മാത്രം പറഞ്ഞു പാഞ്ഞു. ഇനി കോടതി തീരുമാനിക്കട്ടെ, സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട്. പിന്നാലെ എത്തിയ മാധ്യമങ്ങൾക്ക് മറുപടിയില്ല. ചാനൽ ചർച്ചകളിലും പാർട്ടി പരിപാടികളിലുമൊക്കെ കത്തിക്കയറാറുള്ള രാഹുൽ ചുറ്റും കൂടിയ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ചെറുപുഞ്ചിരിയോടെ ചായ ഊതിക്കുടിച്ചു. ഹു കെയേഴ്സ് എന്ന് പുച്ഛിക്കാറുള്ള നേതാവിന് വി കെയേഴ്സ് എന്ന് ജനങ്ങളുടെ മറുപടി.